അച്ഛാ, അത്താഴം കഴിക്കാറായോ? ആ ഇത്തിരി കഴിയട്ടെ മോളെ. ഗുളിക കഴിക്കേണ്ടതല്ലേ? ആ വിശപ്പായില്ല മോളെ. ജയദേവേട്ടന് ജോലി കിട്ടാതിരുന്നത് കഷ്ടായി അല്ലേ അച്ഛാ? അയാൾ വളരെ നിരാശനാണെന്ന് തോന്നുന്നു. നല്ല സാഹിത്യവാസനയുള്ള ചെറുപ്പക്കാരനാ. കോളേജിൽ പണി കിട്ടിയാൽ എഴുത്തിന് ഒരു സഹായമായേന്. വല്ല സർക്കാർ ആഫീസിലും പണി കിട്ടിയാൽ അയാൾ മുരടിച്ചു പോകും. എന്തെങ്കിലും ജോലി കിട്ടിയാ ജീവിക്കാലോ. ജീവിതമല്ലേ അച്ഛാ പ്രധാനം? ആ ജീവിതം പ്രധാനം തന്നെ. പക്ഷേ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതിയോ മോളെ? ഒരു മനുഷ്യന് അവൻ്റെ കഴിവുകൾ പരമാവധി വികസിപ്പിക്കാൻ കഴിയണം. അല്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം? അച്ഛൻ ഈ ആദർശവും പറഞ്ഞ് ചെറുപ്പക്കാരൊക്കെ ചീത്തയാക്ക. ആ അപ്പുനെ കണ്ടില്ലേ? ഒരു പണിക്കും പോവാതെ അച്ഛന്റെ വാക്കും കേട്ട് മദ്യനിരോധനം പറഞ്ഞുകൊണ്ട് നടക്കുക. അവന്റെ അമ്മ ഇന്നാൾ എന്നെ കണ്ടപ്പോ ഒരുപാട് സങ്കടം പറഞ്ഞു. അവർക്ക് വയസ്സായില്ലേ, പാവം. നിൽക്ക്. എന്തിനാ മാലതിലെടുത്ത് ഇറക്കാൻ പോയത്? അറിയില്ലല്ലേ? ഇത്ര കാലം എന്റെ കൂടെ ജീവിച്ചിട്ട് നിനക്കെന്നെ അറിയില്ലല്ലേ? ഞാൻ വിശ്വേട്ടനെ കുറിച്ച് ഓർത്തില്ല. എന്റെ മോളെ കുറിച്ച് മാത്രമേ ഓർത്തുള്ളൂ. അനിയന് ജോലി കിട്ടിയ കുടുംബഭാരം വിശ്വേട്ടന്റെ തലയിൽ നിന്ന് ഒഴിയും. എന്റെ മോൾക്ക് അതിന്റെ ഗുണം അത്രേ ഞാൻ കരുതിയുള്ളൂ. അവള് നിന്റെ മാത്രം മോളല്ല, എന്റെ മോളാ. എടി, ദരിദ്രരുടെ മക്കളും ജീവിക്കും. അതിന് അഭിമാനം പണയം വെക്കണമെന്നില്ല. എനിക്കറിയാം, സ്വന്തം മോളേക്കാൾ നിങ്ങൾക്ക് വലുത് അനിയന്റെ ദുരഭിമാനമാ. ആദർശം പറഞ്ഞ് സ്വന്തം കുഞ്ഞുങ്ങളെ വഴിയാധാരമാക്കിയ അച്ഛന്റെ മോനല്ലേ? അന്ന് രാത്രി ഞാൻ ഉറങ്ങിയില്ല. ഇരുട്ടിലേക്ക് നോക്കിക്കിടന്നു. ഫ്യൂച്ചർ വാസ് ബ്ലീക്ക്. പിറ്റേന്ന് രാവിലെ ഞാൻ വീട് വിട്ടിറങ്ങി. എങ്ങോട്ടെങ്കിലും പോകണം, എത്രയെങ്കിലും ദൂരത്തേക്ക്, ഭൂമിയുടെ അറ്റത്തേക്ക്. അതായിരുന്നു ചിന്ത. എന്നിട്ട് എങ്ങോട്ടാ പോയത്? ഇന്നത്തെ ഒരു മാർക്കേസിയൻ അഡ്വഞ്ചറിസമൊന്നും അന്നില്ലായിരുന്നു. എനിക്കുണ്ടോ വല്ല ലോകപരിചയവും? ജില്ല വിട്ട് പോയിട്ടില്ലാത്ത ഞാൻ എങ്ങോട്ട് പോകും? എന്തായാലും എങ്ങോട്ടെങ്കിലും പോവുക, എന്തെങ്കിലും തൊഴിലെടുത്ത് എവിടെയെങ്കിലും കഴിഞ്ഞുകൂടുക. തീരെ നിവൃത്തിയില്ലാതെ വന്നാൽ തീവണ്ടിക്ക് തലവയ്ക്കുക. യു നോ നാദ്ര, quite often I contemplated suicide. Partially true. I had a childish innocence. നാട് വിടുമ്പോൾ വാര്യർ സാറിനെ കണ്ടാലോ എന്ന് ആലോചിച്ചു. പിന്നെ വേണ്ടെന്ന് വെച്ചു. അതെന്താ? വാര്യർ സാറ് സമ്മതിക്കില്ല. അദ്ദേഹത്തെ അനുസരിക്കേണ്ടി വരും. അതുകൊണ്ട് അദ്ദേഹത്തെ കാണണ്ടെന്ന് കരുതി. പക്ഷേ ഗീതയെ കണ്ട് യാത്ര പറയണം എന്ന് തോന്നി. കണ്ടോ,
അപ്പൊ പ്രേമം ഉണ്ടായിരുന്നു അല്ലേ? അതറിയില്ല. ആ കുട്ടി എന്നോട് കാണിച്ച പരിഗണന, അവളുടെ നിഷ്കളങ്കമായ സ്നേഹം, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്, എന്നെ സാന്ത്വനിപ്പിച്ചത് ഒക്കെ ഓർത്തു. എന്നിട്ട് അവരെ കണ്ടോ? കണ്ടു. അതാണ് ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവായത്. എങ്ങനെ? വാര്യർ സാറിനെ കാണാൻ ഗീത നിർബന്ധിച്ചു. നാടുവിടാൻ അവൾ സമ്മതിച്ചില്ല. ഗീതയുടെ നിർബന്ധം കൊണ്ട് വാര്യർ സാർ എനിക്ക് ഭാരതഭൂമിയിൽ ജോലി വാങ്ങിത്തന്നു. അങ്ങനെ ഞാൻ ആദ്യമായൊരു പത്രപ്രവർത്തകനായി. ഭാരതഭൂമിയിൽ സബ് എഡിറ്റർ ട്രെയിനി. സാർ, ചീഫ് എഡിറ്റർ വിളിക്കുന്നു. സാറ് വിളിച്ചോ? ആ, ഇരിക്കേ. ഞാൻ തന്നോടൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസമായി. താൻ എന്തെഴുതണം, എങ്ങനെ എഴുതണം എന്ന് പറയാൻ ഞാനാളല്ല. എന്നാലും എന്താ സാർ പതിവില്ലാതൊരു മുഖവുര? മുഖവുര വേണം. കാരണം ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ തൻ്റെ വളർച്ച നിർണയിക്കേണ്ട കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ലോകസാഹിത്യത്തിലായാലും ഇവിടെ ആയാലും ഒരു എഴുത്തുകാരൻ ഏറ്റവും അധികം ആദരിക്കപ്പെടുന്നതും ബഹുമാനിക്കപ്പെടുന്നതും അയാളുടെ വിഷയവും കഥാപാത്രങ്ങളും ബൃഹത്താകുമ്പോഴാണ്, അയാളുടെ ക്യാൻവാസ് വലുതാകുമ്പോഴാണ്. ജീവിതവും ചരിത്രവും ദർശനവുമൊക്കെ സമന്വയിക്കുമ്പോഴാണ്. മനസ്സിലാവുന്നില്ല. അതെ, താൻ ഈ ചെറുകഥകൾ മാത്രം എഴുതിയാൽ പോരാ, ഒരു നോവലിനെ കുറിച്ച് ചിന്തിക്കണം. ഇത് ഒരു കളം മാറ്റി ചവിട്ടലിൻ്റെ സമയമാണ്. ചെറുകഥ കാര്യങ്ങളൊക്കെ ചുരുക്കി ഒതുക്കുമ്പോൾ നോവൽ അതിൻ്റെ വിപുലമായ സാധ്യതകളെ കണ്ടെത്തുന്നു. ഞാനും പലവട്ടം ചിന്തിച്ചതാണ്. ഒരുക്കമുണ്ട്, പക്ഷെ ധൈര്യം പോരാ. അനുഭവങ്ങളുടെ പോരായ്മ എന്നെ പിന്തിരിപ്പിക്കുന്നു പലപ്പോഴും. മാത്രമല്ല, അത്തരമൊരു വിഷയം കണ്ടെത്തുന്നതിനും പാത്രസൃഷ്ടിക്കും മനസ്സ് പാകമായിട്ടില്ല എന്നൊരു തോന്നൽ. അത് വെറും തോന്നലാണടോ ജയദേവ. വിഷയത്തിന് വേണ്ടി താൻ എങ്ങും പോകണ്ട. അത് തൻ്റെ പിന്നിൽ തന്നെ ഉണ്ട്. താനത് തിരിച്ചറിയുന്നില്ല. തൻ്റെ അച്ഛൻ സഖാവ് രാഘവൻ. ആ തിരിയിൽ നിന്ന് തുടങ്ങടോ തൻ്റെ യാത്ര. ആ ജീവിതം ഈ നാടിൻ്റെ ചരിത്രത്തോടൊപ്പം നടന്നതാടൂ. താനും ആ ചരിത്രത്തിലെ ഒരു കൊച്ചു കഥാപാത്രമാണ്. സഖാവ് രാഘവന്റെ മകനല്ലേ താൻ? ആദ്യത്തെ നോവല് തൻ്റെ അച്ഛനെ കുറിച്ചാകട്ടടൂ. ഉപ്പ് സത്യാഗ്രഹ കാലം മുതൽ ജന്മിത്വത്തിനെതിരെ നടന്ന സായുധ കലാപം വരെ നീണ്ട ഒരു സമര ചരിത്രമുണ്ടടൂ തൻ്റെ അച്ഛന്. ഞങ്ങളുടെ വഴി ആയിരുന്നില്ല രാഘവൻ്റേത്. എന്നാലും ഈ നാട് സഖാവ് രാഘവനെ മറക്കാൻ പാടില്ലടൂ. ഈ തലമുറ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിൽ ആ മനുഷ്യന്റെ ചോര പുരണ്ടിട്ടുണ്ടെന്ന് ഒന്ന് ഓർമ്മിപ്പിക്കണം. അച്ഛനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ തനിക്കറിയാമല്ലോ. എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരാം. ചരിത്രത്തിലെ ചതിയുടെയും വഞ്ചനയുടെയും ഒക്കെ അറിയാ കഥകൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ വരും.
ആ സാറേ, ഒരാൾ കാണണമെന്ന് പറഞ്ഞ് കാത്തിരിപ്പുണ്ട്. ആരാ? സാറിൻ്റെ ഒരു പഴയ സുഹൃത്താന്നാ പറഞ്ഞ്, കോളേജിലെ അകത്ത മുറിയിലുണ്ട്. ഇന്ത്യൻ ജനതയെ ചൂഷണം ചെയ്യാൻ സാമ്രാജ്യത്വത്തിന് ഇടനിലയായി പ്രവർത്തിക്കുന്നവനാണ് ദേശീയ ബൂർഷ്വാസി. അതുകൊണ്ട് ഞങ്ങൾ ഇന്ത്യൻ ബൂർഷ്വാസിയെ ദല്ലാൽ ബൂർഷ്വാസി എന്ന് വിളിക്കുന്നു. കോംബ്രദോർ ബൂർഷ്വാസി. ആ, സേതു, നീയോ? യാദൃശികമായി വന്നതാ. ഇവരെ ചെറിയ പരിചയമുണ്ട്. ജയദേവനോടുണ്ടെന്നറിഞ്ഞു, കണ്ടിട്ട് പോവാന്ന് കരുതി. കോളേജ് വിട്ടേ പിന്നെ നമ്മൾ കാണുന്നത് ആദ്യ. നിനക്ക് അലിഗഡ് കിട്ടിയെന്നും ഡൽഹി പോയെന്നൊക്കെ കേട്ടിരുന്നു. ആ, അലിഗഡിൽ 2 കൊല്ലം ഗവേഷണവുമായി കഴിഞ്ഞു. പിന്നെ മടുത്തു, ഇങ്ങ് പോന്നു. അതെന്തു പറ്റി? സാമ്പത്തിക ശാസ്ത്രം ഇഷ്ട വിഷയമായിരുന്നല്ലോ. അവിടുത്തെ രീതികളുമായിട്ട് പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല. ഉത്തരേന്ത്യ കണ്ടതോടെ എൻ്റെ കാഴ്ചപ്പാടും ആകെ മാറി. കോളേജിലെ ഏറ്റവും വലിയ ബുദ്ധിജീവിയായിരുന്നു. അക്കാലത്ത് തന്നെ ഇക്കണോമിക്സ് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിലിയിൽ ലേഖനങ്ങൾ എഴുതിയിരുന്ന ആളാ. സാമ്പത്തിക ശാസ്ത്രം, ചരിത്രം, സാമൂഹ്യ ശാസ്ത്രം അല്ലടാ. ഹും. നീ ഇപ്പൊ എവിടാ? തൃശ്ശൂരിൽ വലിയച്ചിയുടെ കൂടെയാ. അമ്മ കഴിഞ്ഞ കൊല്ലം മരിച്ചു. തറവാടും വിറ്റു. എല്ലാവരും ഓരോ വഴിക്ക് പിരിഞ്ഞു. ഇവന്റെ തറവാടിന്റെ വലിപ്പം കണ്ടിട്ട് വാപൊളിച്ച് നിന്നുണ്ട് ഞാൻ. ഞങ്ങൾ ഒരിക്കൽ സേതുവിനെ തിരക്കി വന്നതും അമ്മ ഞങ്ങൾക്ക് സദ്യ തന്നതൊക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ ഉണ്ട്. ആട്ടെ, താൻ വലിയ കഥാകൃത്തായെന്ന് കേട്ടു. അയ്യോ, അങ്ങനൊന്നുമില്ല. കുറേ കഥകൾ എഴുതി. ഇപ്പം ധാരാളം ആരാധകരുണ്ട്. വെറുതെ ഒരു മോഹം. സാഹിത്യം എൻ്റെ വിഷയമല്ല. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ഞാനുടനെ പുറത്തു പോകും. വേഗം വരാൻ ചെയ്തു, ഒരുമിച്ചിറങ്ങാം. കുറെ കാലം കൂടി കണ്ടായാലും ഒരു ചായെങ്കിലും കുടിക്കാം. എന്നാ വേഗം കുളിച്ചോ. ആ. ആ, ഈ പുസ്തകത്തിൽ കോമ്പാറ്റ് ലിബറലിസം എന്നൊരു ലേഖനമുണ്ട്. മനസ്സിരുത്തി വായിക്ക്, ഒരു വ്യക്തത കിട്ടും. ചെയർമാൻ മാവോയുടെ ഏറ്റവും പ്രശസ്തമായ ലേഖനമാണ്. എല്ലാ പെറ്റി ബൂർഷ്വാ ചാഞ്ചാട്ടവാദികളും വായിച്ചിരിക്കേണ്ടതാണ്.
ഏട്ടനോ? എപ്പോ വന്നു? കുറച്ചു നേരമായി. എന്നിട്ട് എന്താ വിളിക്കാത്തെ? നീ ഉറങ്ങിക്കോട്ടെ, ശല്യം ചെയ്യണ്ടെന്ന് കരുതി. ആയി, ഏട്ടൻ വരൂ. ആ. ഏട്ടൻ ഇരിക്കേ. ഏട്ടന് ചായ ആവാം. വേണ്ട, ബസ് ഇറങ്ങിയ ഉടനെ കുടിച്ചു. എന്താ ഏട്ടാ പ്രത്യേകിച്ച്? ഇന്നലെ രാത്രി നിന്നെ ഓർത്ത് കിടന്നിട്ട് ഉറക്കം വന്നില്ല. രാവിലത്തെ ബസ്സിനും ഇങ്ങോട്ട് പോന്നു. നീ പോന്നിട്ട് എത്ര കാലായി? എന്താ വീട്ടിലേക്ക് വരാത്തത്? എന്നോട് പിണങ്ങിട്ടാ അതോ മണിയോടുള്ള നീരസോ? ഏയ്, അങ്ങനൊന്നുമില്ല. ആ വീട്ടില് ഞാനെന്നൊരു കൊച്ചുകുട്ടിയാ, ഏട്ടൻ്റെ തണല്. ഈ ടൗണിൽ ഞാനൊരു മുതിർന്ന ആളായിട്ട് ജീവിക്കുക, ഓ, പത്രപ്രവർത്തകനായ ജയദേവനായിട്ട്. അവിടെ വന്നാ ഞാൻ വീണ്ടും കൊച്ചുകുട്ടിയായി പോകും. കുറച്ചുനാളും കൂടി ഞാനിവിടെ ഇങ്ങനെ കഴിയട്ടെ, ഒരു മുതിർന്ന ആളായിട്ട്. ഞാൻ വരാം. ആ, നിന്റെ ഇഷ്ടം. പക്ഷേ നീ എത്ര വളർന്നാലും എനിക്ക് നീ എന്നും ചെറിയ കുട്ടിയാ. ആ, അതൊക്കെ പോട്ടെ. നിന്റെ ആരോഗ്യമൊക്കെ എങ്ങനെ? കുഴപ്പമില്ല. ഇവിടുത്തെ വെള്ളം പിടിക്കണുണ്ടോ ആവോ? എനിക്കിപ്പോ ഏത് വെള്ളവും ശീല. ഹോട്ടൽ ഭക്ഷണം കഷ്ടല്ലേ? എത്രയോ പേരായിട്ടാ ഹോട്ടൽ ഭക്ഷണവും കഴിച്ച് ഈ ടൗണിൽ ജീവിക്കണ. ഇപ്പൊ ഒക്കെ ശീലായി. കാശൊക്കെ തികയുണ്ടോ? ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കണം. ഒന്നും വേണ്ട, എൻ്റെ ആവശ്യത്തിനുള്ള എല്ലാം കിട്ടുന്നുണ്ട്. കുറച്ച് മാസം കഴിഞ്ഞാൽ ശമ്പളം കൂട്ടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ, PSC ടെസ്റ്റിന് നോക്കാൻ മറക്കരുത്. നോക്കാം. വീട്ടിലെ കാര്യങ്ങളൊക്കെ? ആ, അങ്ങനെ പോണു. അമ്മയ്ക്കിടയ്ക്ക് വാദം ഒന്ന് കോപിച്ചു. കുറച്ചു ദിവസം കിടന്നുപോയി. ഇപ്പൊ ഭേദമുണ്ട്. കുറച്ച് കുഴമ്പും മരുന്നുമൊക്കെ ഉണ്ട്. പിന്നെ ഇന്നിരെ നഴ്സറി ട്രെയിനിങ്ങിന് വിട്ടാലോ എന്നൊരാലോചന. അതിൻ്റെ കാര്യം കൂടി ഒന്ന് അന്വേഷിക്കണം. ഇന്ന് കളക്ടറേറ്റിലൊന്ന് പോണം. ഒരു ദിവസത്തെ ലീവാ, പരമാവധി മുതലാക്കണം. പല കാര്യമുണ്ട്. ഞാൻ ഇറങ്ങട്ടെ, നിനക്കും പോണല്ലോ ഓഫീസിൽ. അപ്പോ ഇനി നീ അങ്ങോട്ട് വരിക, സൗകര്യമായിട്ട്.